സുന്ദരമായ നാട്ടിൽ രാജു എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന്റെ രണ്ടാനമ്മ അവനെ എപ്പോഴും അടിക്കുമായിരുന്നു. അവൻ വിഷമിച്ച് ആരോടും ഒന്നും പറയുമായിരുന്നില്ല. സ്വയം എല്ലാം സഹിക്കും. ഒരു ദിവസം അവൻ ഒറ്റയ്ക്കിരുന്ന് ഉറക്കെ കരയുകയായിരുന്നു. അപ്പോൾ അവന്റെ മുത്തശ്ശി അവിടെ വന്നു. അവൻ കരയുന്നത് കണ്ടു. രാജു, നീ എന്തിനാ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? എന്തുപറ്റി മോനി? എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്തുപറ്റി? അവനൊന്നും പറയാതെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്തുപറ്റി പറയൂ. നിന്റെ അമ്മ എവിടെ? ഇങ്ങനെ പറഞ്ഞ മുത്തശ്ശി രാജുവിന്റെ അമ്മയെ വിളിക്കുന്നു. പക്ഷെ ആരും പുറത്തേക്ക് വരുന്നില്ല. അമ്മ വീട്ടിലില്ലേ? എങ്ങോട്ടാ പോയത്? എന്തിനാ മോനെ കരയുന്നത്? ശരി, അമ്മ എങ്ങോട്ടാ പോയതെന്നെങ്കിലും പറ. എന്നിട്ടും അവനൊന്നും പറയാത്തതുകൊണ്ട് അവർ പേടിച്ചു പോകുന്നു. എന്തുപറ്റി മോനെ? എന്തിനാ കരയുന്നേ? മുത്തശ്ശി, ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ അടിക്കുമോ? ഞാൻ രണ്ടാനമ്മയെ കൊന്നു മുത്തശ്ശി. നീ എന്താണ് പറയുന്നത്? നീ എന്തിനാ അങ്ങനെ ചെയ്തത്? എന്താ ഉണ്ടായത്? പറയൂ. മുത്തശ്ശിക്ക് അറിയാമോ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ഹാർട്ട് അറ്റാക്ക് കാരണമല്ല, രണ്ടാനമ്മ വിഷം കൊടുത്തു കൊന്നതാണ്. അവൾ എന്തിനാ അങ്ങനെ ചെയ്തത്? സ്വത്തിന് വേണ്ടിയാണ് ഞങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചത്. ഇത് കേട്ടതും എന്റെ രണ്ടാമത്തെ മകൾ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മുത്തശ്ശി മരിക്കുന്നു. മുത്തശ്ശി ഒന്ന് എഴുന്നേൽക്ക് മുത്തശ്ശി എഴുന്നേൽക്ക് മുത്തശ്ശി. ഇങ്ങനെ ഉറക്കെ കരയുന്നു. രാജു എന്തിനാണ് അവരെ കൊന്നത്? അവരുടെ ശവം കൊണ്ട് അവൻ എന്തു ചെയ്തു എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കാണാം. ഒരു സുന്ദരമായ നാട്ടിൽ മഹേഷും ശ്രാവണിയും എന്നു പേരുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ശ്രാവണിയുടെ അമ്മയുടെ പേര് ശാരദ എന്നായിരുന്നു. അനിയത്തിയുടെ പേര് ലക്ഷ്മി. അവരുടെ മകന്റെ പേര് രാജു. ശ്രാവണിയും ഭർത്താവും രാജുവിനെ നന്നായി നോക്കിയിരുന്നു. അവരുടെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രശ്നവും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ശാരദ ശ്രാവണിയോട് ഇങ്ങനെ പറയുന്നു. മോളെ ശ്രാവണി, അനിയത്തിക്ക് നല്ല ആലോചനകൾ വരുന്നുണ്ട്. ചെക്കന്റെ വീട്ടുകാർക്ക് പൈസ ഇല്ലെങ്കിലും നല്ല ആൾക്കാരാണ്. ചെക്കനും നല്ല ചെക്കനാണ്. അവൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് നടത്താം. ചേച്ചീനെ സമ്പത്തുള്ള വീട്ടിലേക്കാണ് കെട്ടിച്ചത്. എന്നെ പാവപ്പെട്ട വീട്ടിലേക്കാണോ? എനിക്ക് സമ്മതമല്ല. എനിക്കും പണക്കാരനെ മതി. അപ്പോഴേ ഞാൻ സമ്മതിക്കൂ, ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്നു. എങ്ങനെയാ സംസാരിക്കുന്നത്? അവളുടെ അഹങ്കാരം കണ്ടോ? അവൾ കുഞ്ഞല്ലേ അമ്മേ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. ശ്രാവണി ഇങ്ങനെ പറയുന്നു. ദിവസം കടന്നുപോകുന്നു. ഒരു ദിവസം ശ്രാവണി വെള്ളം കോരാൻ പുഴയുടെ അടുത്തേക്ക് പോകുന്നു. കാല് തെറ്റി പുഴയിലേക്ക് വീഴുന്നു. എല്ലാവരും അവളെ അന്വേഷിച്ചു ഇറങ്ങുന്നു. പക്ഷേ ആർക്കും കിട്ടിയില്ല. അവളുടെ ബോഡി പോലും കിട്ടിയില്ല. കുടുംബം മൊത്തം വിഷമിക്കുന്നു. മുത്തശ്ശി, എനിക്ക് എൻ്റെ അമ്മയെ വേണം. മുത്തശ്ശി, അമ്മയെ കൊണ്ടുവരൂ. മുത്തശ്ശി, അമ്മയെ കൊണ്ടുവരൂ. ഇങ്ങനെ കരയാൻ തുടങ്ങുന്നു. അവർക്ക് ഒന്നും പറയാനാകാതെ വിഷമിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മോളെ ലക്ഷ്മി, നീ അളിയനെ കല്യാണം കഴിക്കുക. വേറെ ആരെയെങ്കിലും അവൻ കെട്ടിയാൽ അവർ രാജുവിനെ നന്നായി നോക്കുകയില്ല. നിനക്ക് പണക്കാരനെ വേണമെന്നല്ലേ നീ പറഞ്ഞത്? നീ അളിയനെ കല്യാണം കഴിച്ചോ? നല്ല ആളാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. കല്യാണം കഴിക്കി. അമ്മ ഇങ്ങനെ പറഞ്ഞതും അവൾ ഒന്നും ആലോചിക്കാതെ ശരിയെന്ന് പറയുന്നു. ഇക്കാര്യം മഹേഷിനോടും പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. ലക്ഷ്മിയും മഹേഷും കല്യാണം കഴിക്കുന്നു. ലക്ഷ്മി രാജുവിനെ നന്നായി നോക്കുന്നു. ഒരു ദിവസം ലക്ഷ്മി ഭർത്താവിനോട് ഇങ്ങനെ പറയുന്നു. നോക്കൂ, കുറച്ച് പണം വേണം. സാരിയും ആഭരണങ്ങളും വാങ്ങാനാണ്. പക്ഷെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ? അതിന്റെ ആവശ്യം എന്താ? ചേച്ചിയുടെ സാരിയും ആഭരണങ്ങളും ഇല്ലേ? അതെടുത്തോ. ഞാൻ പഴയ വസ്ത്രങ്ങൾ ഇടാനോ? അതും എന്റെ ചേച്ചിയുടെ? അത് ശരിയാവില്ല. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമല്ല അല്ലേ? കാരണം ആദ്യം ഞാൻ നിന്റെ ചേച്ചിയാണ് കല്യാണം കഴിച്ചത്, പിന്നീട് നിന്നെ. അത് നീ മറന്നുപോയോ? ഇങ്ങനെ പറയുന്നു. അതു കേട്ട് വിഷമിച്ച് അവൾ അവിടെ നിന്ന് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മേ, ഈ വീട്ടിൽ എനിക്കൊരു സന്തോഷവുമില്ല, ഒരു അവകാശവുമില്ല. ഇങ്ങനെ പറഞ്ഞ് കരയുന്നു. അപ്പോൾ രാജു അവിടേക്ക് വരുന്നു. എന്തു പറ്റി ആന്റി? എന്തിനാ കരയുന്നത്?
അച്ഛന്റെ പ്രവൃത്തികൾ കണ്ട് കരയല്ലാതെ ഞാൻ വേറെ എന്താ ചെയ്യാ? ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണോ? ഇങ്ങനെ പറഞ്ഞ് രാജുവിനെ അവൾ അടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്ക് വരുന്നു. എന്താ ഇത്? നിന്റെ ഭർത്താവിനോടുള്ള ദേഷ്യം നീ ഇവനോടാണോ തീർക്കുന്നത്? അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവർ തമ്മിൽ എന്നും വഴക്കായി. ആ ദേഷ്യം രാജുവിനോടാണ് അവൾ തീർത്തിരുന്നത്. അത് കണ്ട് അമ്മ വിഷമിക്കുന്നു. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഞാൻ കുറച്ചു ദിവസം ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വരാം. ഞാൻ പറയുന്നത് കേൾക്ക്. മകനെ നന്നായി നോക്കുക. ഭർത്താവ് പറയുന്നത് അനുസരിക്കുക. ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഒരു ദിവസം ലക്ഷ്മി രാജുവിനെ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് മഹേഷ് അങ്ങോട്ട് വരുന്നു. ലക്ഷ്മി, എന്തിനാ അവനെങ്ങനെ അടിക്കുന്നത്? എന്തു പറ്റി? അമ്മയുടെ പണം കൊണ്ട് ഞാൻ വാങ്ങിയ പുതിയ സാരിയിൽ അവൻ മഷിയാക്കി. നിങ്ങൾ എനിക്ക് സാരി വാങ്ങിച്ചു തരുകയുമില്ല. എന്ത് ജീവിതമാണെന്റെ? നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് രാജു? അച്ഛാ, എൻ്റെ എല്ലാ സ്കെച്ച് പെന്നും ആ അലമാരിയിലാണുള്ളത്. അതെടുക്കുമ്പോൾ അറിയാതെ വീണതാ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിയതാണ്. ഇങ്ങനെ രാജു കരയുന്നു. മോനെ, നീ കരയണ്ട. നിന്റെ ആൻറ്റി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അത് കേട്ട് അവർ പിന്നെയും തല്ലുകൂടുന്നു. ഇങ്ങനെ കാര്യങ്ങൾ വലുതാകുന്നു. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. ദേഷ്യം വന്ന് അവൻ അവളെ തല്ലുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഛേ, മരണമാണ് ഈ ജീവിതത്തേക്കാൾ നല്ലത്. പണമുണ്ടായിട്ടും എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും കാരണം എന്റെ ഭർത്താവാണ്. അവരില്ലെങ്കിൽ ഈ സ്വത്തൊക്കെ എന്റേതാകും. ഭക്ഷണവും വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ വാങ്ങാം. എന്തെങ്കിലും ചെയ്ത് മനസ്സ് മാറ്റണം. ഇല്ലെങ്കിൽ അവരെ അങ്ങ് തീർക്കണം. ഇങ്ങനെ ആലോചിക്കുന്നു. അന്നു മുതൽ അവൾ മഹേഷിനോട് നന്നായി പെരുമാറുന്നു. അവനവളെ ഇഷ്ടമല്ലായിരുന്നു. കാരണം പണം വെറുതെ ചെലവാക്കുന്നത് മഹേഷിന് ഇഷ്ടമായിരുന്നില്ല. ഞാൻ എത്ര സ്നേഹം കാണിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നില്ലല്ലോ. പ്ലാൻ ബി തന്നെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ കാത്തിരിക്കുന്നു. മഹേഷ് വന്നപ്പോൾ പലതരം ഭക്ഷണമുണ്ടാക്കി അവന് കൊടുക്കുന്നു. അത് കണ്ട് മഹേഷ് ഞെട്ടുന്നു. എന്തു പറ്റി ലക്ഷ്മി? ഇന്ന് കുറെ വിഭവങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാം കഴിക്കണം. ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. മഹേഷ് എല്ലാം കഴിച്ച് ഉറങ്ങാൻ പോകുന്നു. ആ ദിവസം കടന്നുപോകുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളില്ലാതെ ഞാൻ എന്താ ചെയ്യാ? എന്നെ ആരാ നോക്കുക? രാജുവിനെ ആരാ നോക്കുക? അച്ഛാ, എനിക്ക് വേണ്ടി എഴുന്നേൽക്കച്ചാ. ഇങ്ങനെ രാജുവും കരയുന്നു. അതിനുശേഷം എല്ലാ കർമ്മങ്ങളും കഴിയുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഭർത്താവ് മരിച്ച വിഷമം ലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു. മാധവി എന്നൊരു പണക്കാരിയുമായി അവൾ പരിചയപ്പെടുന്നു. രണ്ടുപേരും അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പണം ചെലവഴിക്കുന്നു. ഒരു ദിവസം രാജു ഇങ്ങനെ പറയുന്നു. ആൻറ്റി, എനിക്ക് വിശക്കുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കാറേയില്ല. എനിക്ക് നന്നായി വിശക്കുന്നു. ഇന്നലെ രാവിലെ കഴിച്ചതാ. നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും. എന്നെ നോക്കാറേയില്ല. എന്ത് വിളിച്ചു പറയാനായോ നിനക്ക്? പുറത്തു പോ. കഴിച്ചില്ലെന്ന് വിചാരിച്ച് നിനക്കൊന്നും സംഭവിക്കില്ല. അവനെ പുറത്തേക്ക് അയക്കുന്നു. അപ്പോൾ മാധവി അങ്ങോട്ട് വരുന്നു. ആ കുട്ടി ആരാണ്? എന്റെ ചേച്ചിയുടെ മകനാണ്. എന്റെ കല്യാണം കഴിഞ്ഞു. മക്കളില്ല. ഭർത്താവും ഈ അടുത്താണ് മരിച്ചത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നു. അയ്യോ പാവം, അവർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്ത് നന്നായേനേന്ന്? അവരുണ്ടായിരുന്നെങ്കിൽ പണം ചെലവാക്കാൻ എന്നെ സമ്മതിക്കില്ല. അവർ അങ്ങനെ മരിച്ചതൊന്നല്ല. ഞാൻ തന്നെ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ രാജു കേൾക്കുന്നു. എന്തിനാണ് ആൻറ്റി ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ എന്തിനാ അച്ഛനെ കൊന്നത്? നിങ്ങൾക്ക് കണ്ണിൽ ചോരയില്ലേ? എൻ്റെ അമ്മ മരിച്ചു. നിങ്ങൾ എൻ്റെ അച്ഛനെ കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞ് രാജു അവരെ അടിക്കുന്നു. ദൈവമേ, എന്തൊക്കെ കാണണം!
ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ലക്ഷ്മി അവനെ തള്ളിയിടുന്നു. അവൻ ദേഷ്യത്തിൽ അവിടെയിരിക്കുന്ന പൂച്ചട്ടിയെടുത്ത് അവളുടെ അടുത്തേക്ക് എറിയുന്നു. ആ പൂച്ചട്ടി അവളുടെ തലയിൽ കൊണ്ട് വലിയ പരുക്കു പറ്റുന്നു. അവൾ അലറുന്നു. അവൾ അവിടെ തന്നെ മരിക്കുന്നു. ആൻറ്റി, ആൻറ്റി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിയതാ, എഴുന്നേൽക്ക്. ഇങ്ങനെ പറഞ്ഞ് അവളെ ഒരു പെട്ടിയിലാക്കി പുഴയിൽ കൊണ്ടിടുന്നു. എന്നിട്ട് തിരിച്ചു വരുന്നു. നിങ്ങളെ അവർ കൊന്നില്ലേ? ഇപ്പോൾ അവരും മരിച്ചു. ഇങ്ങനെ പറഞ്ഞതും തീർത്ഥയാത്രയിൽ നിന്ന് മുത്തശ്ശി തിരിച്ചു വരുന്നു. മുത്തശ്ശിയോട് എല്ലാം അവൻ തുറന്നു പറയുന്നു. ഇത് കേട്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന്റെ അമ്മ അവിടേക്ക് വരുന്നു. അവരെ കണ്ട് അവൻ സന്തോഷിക്കുന്നു. അമ്മേ, ഇത്ര കാലം അമ്മ എവിടെയായിരുന്നു? ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവൻ എല്ലാം പറയുന്നു. ഇതൊക്കെ കേട്ട് അവൾക്ക് വളരെ വിഷമമാകുന്നു. രാജു, ഞാൻ വെള്ളത്തിൽ വീണു. എന്റെ ഓർമ്മശക്തി പോയി. കുറെ ആളുകൾ എന്നെ നന്നായി നോക്കി. ഇപ്പോൾ എന്റെ ഓർമ്മശക്തി എനിക്ക് തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടെ ആരുമില്ല. എല്ലാവരും എന്നെ വിട്ടുപോയി. ഇങ്ങനെ കുറെ കരയുന്നു. അമ്മ വിഷമിക്കല്ലേ, അമ്മ തിരിച്ചു വന്നില്ലേ, എനിക്ക് സന്തോഷമായി. ഇങ്ങനെ പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ വന്നതോടെ അവന് വളരെയധികം സന്തോഷമാകുന്നു. അവൾ അവനെ നന്നായി നോക്കി പഠിപ്പിക്കുന്നു. അവർ എല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.